നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പീച്ചി വിലങ്ങന്നൂർ മലയോര ഹൈവേ നിർമ്മാണം 2 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. EP ജയരാജന് BJP ബന്ധമുണ്ടെന്ന സത്യം ശരിയാണെന്ന് വെളിവായതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണം CBI അന്വേഷിക്കണമെന്നും VD സതീശൻ. വൈഗ സമാഹരിച്ച തുക കൊണ്ട് പുത്തൂർ പഞ്ചായത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിച്ചു. കാർഷിക സർവകലാശാല വെള്ളാനിക്കര ക്യാമ്പസിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ICAR ലേഡീസ് ഹോസ്റ്റൽ മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അയ്യങ്കാളി പുരസ്കാരം പ്രതിപക്ഷ നേതാവ് VD സതീശന് മുൻ സ്പീക്കർ തേറുമ്പിൽ രാമകൃഷ്ണൻ സമർപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മലയോര ഹൈവേയുടെ ജില്ലയിലെ 1ാമത്തെ റീച്ചായ പീച്ചി മുതൽ വിലങ്ങന്നൂർ വരെയുള്ള റോഡ് നിർമ്മാണം 2 മാസത്തിനകം പൂർത്തിയാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മരോട്ടിച്ചാൽ സെന്ററിൽ നടന്ന പുത്തൂർ മലയോര ഹൈവേ സമ്മതപത്രം ഏറ്റുവാങ്ങൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ മലയോര ഹൈവേ 3 റീച്ചുകളായാണ് പൂർത്തീകരിക്കുന്നത്. മലയോര ഹൈവേയുടെ 2ാമത്തെ റീച്ച് വിലങ്ങന്നൂരിൽ നിന്നും ആരംഭിച്ച് വെള്ളിക്കുളങ്ങര വരെയും 3ാമത്തെ റീച്ച് വെള്ളിക്കുളങ്ങര നിന്നും ആരംഭിച്ച് ജില്ലാ അതിർത്തി പൂർത്തിയാകുന്നതുവരെയുമാണ്. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിനായി പഞ്ചായത്തിലെ ഭരണ പ്രതിപക്ഷം നോക്കാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് KRFBയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ജില്ലാ കളക്ടർ ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നു. വിലങ്ങന്നൂർ മുതൽ വെള്ളിക്കുളങ്ങര വരെ ദീർഘമായ ദൂരം ഒരുമിച്ച് സാങ്ഷൻ ചെയ്ത് ടെൻഡർ ചെയ്യാതെ ഓരോ 10 കിലോമീറ്റർ സാങ്ഷൻ ആകുമ്പോൾ ടെൻഡർ ചെയ്യാം എന്ന തീരുമാനമെടുത്തു. സെപ്റ്റംബർ മാസത്തിൽ തന്നെ 80% ടെൻഡർ നടപടികളിലേക്ക് കടക്കാനാകും. 10 കിലോമീറ്റർ വീതം സാങ്ഷനായാൽ 3ാമത്തെ റീച്ചിന്റെയും ടെൻഡർ നടപടികൾ നടത്താം. മരോട്ടിച്ചാൽ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി സാബു, PS ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ TK ശ്രീനിവാസൻ, PB സുരേന്ദ്രൻ, TA ആരോഷ് എന്നിവരും സംസാരിച്ചു. കേവലം പഞ്ചായത്തിനടുത്ത് ഭരണപ്രതിപക്ഷം ഇല്ലെങ്കിലും കണക്കനുസരിച്ച് ഭരണപക്ഷത്ത് നിൽക്കുന്നവർ എന്ന വിധത്തിലല്ല, ഭരണവും പ്രതിപക്ഷവും ഒന്നും നോക്കാതെ മുഴുവൻ ആളുകളും ഒരുമിച്ച് കഴിഞ്ഞതിൻ്റെ ഒരു ഗുണകരം നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ടില്ല. മലയോര ഹൈവേ എത്രമാത്രം ഗുണകരമാണ് എന്നുള്ളതിൻ്റെ നേർസാക്ഷി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഇന്നലെയും വന്നത് മലയോര ഹൈവേയിലാണ്. മറ്റേ ഹൈവേയിൽ പണി നടക്കായതുകൊണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യാൻ തീരെ എളുപ്പമല്ലാത്തത് കൊണ്ട് സാധാരണ നിലയിൽ ഇപ്പോൾ നമ്മൾ വരുമ്പോൾ ഏരൂരിൽ നിന്ന് തിരിഞ്ഞ് പുനലൂർ 5 റാന്നി കോന്നി വഴി മൂവാറ്റുപുഴ കയറി വരലാണ്. വളരെ മനോഹരമായി 7 വർഷക്കാലത്തെ ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെയായി ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ ഗംഭീരമായിട്ടുള്ള റോഡാണ്. അടുത്ത കാലത്തൊന്നും അറ്റകുറ്റപ്പണിക്ക് മറ്റാരെയും സംഭവിക്കാത്ത വിധത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു റോഡാണ്. അപ്പുറത്തെ നമ്മുടെ തന്നെ മണ്ഡലത്തിലെ അപ്പുറത്തെ പഞ്ചായത്തിലാണെങ്കിൽ 2 വാർഡുകളാണ്, 15 പദ്ധതി. ഞാൻ അവരുടെ വിപുലമായിട്ടുള്ള യോഗം വിളിച്ചു ചേർത്ത് ഉപഭോക്താക്കൾ എല്ലാവരുമായി നേരിട്ട് സംസാരിച്ച് കഴിഞ്ഞ ദിവസം അതിൻ്റെ പ്രവർത്തനങ്ങളും ആ വിധത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ 1ാമത്തെ റീച്ച്, ഈ ജില്ലയിൽ വരുന്നതിൻ്റെ 1ാമത്തെ റീച്ച് ആരംഭിക്കുന്നത് പീച്ചി റോട്ടിൽ നിന്ന് വിലങ്ങന്നൂരിലേക്കാണ്. 2 മാസത്തോടു കൂടി അത് സമ്പൂർണ്ണമായി പൂർത്തീകരിക്കും. കണ്ണാറയിലുള്ള കയറ്റം ദീർഘകാലമായിട്ടുള്ളതാണ്, അതൊന്ന് ശരിയാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ആ പണി കൂടി നടക്കുന്നതുകൊണ്ടാണ് ഇത്തിരി വൈകിയതെന്ന് മാത്രമല്ല, കണ്ണാറയിൽ ഒരു പുതിയ പാലം കൂടി ഡിസൈൻ ഉള്ളതുകൊണ്ട് ഉള്ള ഒരു സമയമെടുക്കാറ്. അത് കഴിഞ്ഞാൽ 2ാമത്തെ റീച്ച് വിലങ്ങന്നൂരിൽ നിന്ന് ആരംഭിച്ച് വെള്ളിക്കുളങ്ങര വരെയാണ്. 3ാമത്തെ റീച്ച് വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ ജില്ല പൂർത്തിയാകുന്നവരെയാണ്. 2ാമത്തെ റീച്ചാണ് ഇതിലൂടെ കടന്നു പോകുന്ന റീച്ച് വിലങ്ങന്നൂർ മുതൽ വെള്ളിക്കുളങ്ങര വരെ. 136 കോടി രൂപയുടെ TS ടെക്നിക്കൽ സാങ്ഷൻ, AS മാത്രമല്ല ടെക്നിക്കൽ സാങ്ഷൻ കിട്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം KRFBയുടെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗ ഇപിക്ക് BJP ബന്ധമെന്ന പ്രതിപക്ഷ ആരോപണം സത്യമായി. കേരള പോലീസ് CPMന്റെ ഏറാൻ മൂളികളായി. ADGP MR അജിത്തിനെതിരെയുള്ള ഗുരുതര ആരോപണങ്ങൾ
CBI അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ നീക്കിയതോടെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയായി. EP ജയരാജൻ BJPയുമായി ബിസിനസ് ബന്ധമുണ്ടാക്കിയെന്ന പ്രതിപക്ഷ ആരോപണം ശരിയായെന്ന് VD സതീശൻ പറഞ്ഞു. EP ജയരാജന് BJP ബന്ധമുണ്ടെന്ന ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷമാണ്. BJP നേതാവ് ജാവേദ്കറെ EPയും മുഖ്യമന്ത്രിയും എന്തിന് കണ്ടുവെന്നും VD സതീശൻ ചോദിച്ചു. കേസുകൾ ദുർബലമാക്കാനാണ് ജാവേദ്കറെ കണ്ടതെന്നും VD സതീശൻ പറഞ്ഞു. PV അൻവർ MLAയുമായി പത്തനംതിട്ട SP നടത്തുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നതിലൂടെയും ADGP MR അജിത് കുമാറിനെതിരായ ആരോപണത്തിലും കേരള പോലീസ് മുണ്ടിട്ട് പുറത്തിറങ്ങേണ്ട അവസ്ഥയിലാണെന്ന് VD സതീശൻ പറഞ്ഞു. കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഉപജാപക സംഘമാണ്. പാർട്ടിയുടെ അടിമക്കൂട്ടമാണ് പോലീസ്. പോലീസിലും CPM BJP ബന്ധമുണ്ട്. കേരള പോലീസ് CPMന്റെ ഏറാൻ മൂളികളായി മാറി. ADGP കോഴ വാങ്ങിയെന്ന് SP പറയുന്നു. അഴിമതി ആരോപണം അൻവർ MLAയും ശരിവയ്ക്കുന്നു. സത്യസന്ധനായ മലപ്പുറം SP അപകീർത്തിപ്പെടുത്തുകയാണെന്ന് അൻവർ MLAയും SP ഭരണകക്ഷി MLAയുടെ കാലുപിടിക്കുന്ന അവസ്ഥ. ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയണം. കേരള പോലീസിനെ ഭരിക്കുന്നത് CPM. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഗുരുതര ആരോപണം. പൊളിറ്റിക്കൽ സെക്രട്ടറി ADGPയുടെ അച്യുതണ്ടാണ്. പോലീസിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ കാര്യസാധ്യത്തിന് വേണ്ടി EDയും BJPയും കരുവന്നൂർ കേസ് കുത്തിപ്പൊക്കി. കാര്യം സാധിച്ചതിലൂടെ കരുവന്നൂർ കേസ് എന്തായി എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ LDFന്റെ കൺവീനറായിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന EP ജയരാജന് BJPയിലെ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്നും പ്രകാശ് ജാവദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായിട്ട് ബന്ധമുണ്ടെന്നും ആക്ഷേപം ഉന്നയിക്കുന്നു കേരളത്തിലെ പ്രതിപക്ഷം. അന്ന് CPMഉം EP ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു. ഇപ്പൊ അത് സത്യമാണെന്ന് പറഞ്ഞു. പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞു. അദ്ദേഹം ത്യാഗപൂർണമായി ഒഴിയല്ലോ. അദ്ദേഹത്തിന് ഇപ്പോ എന്തുകൊണ്ടാണ് CPM ഈ വിഷയം പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് അവരുടെ ആഭ്യന്തര കാര്യം. പക്ഷേ അദ്ദേഹത്തിനും മാത്രമല്ല കേരളത്തിലെ CPMന് BJPയുമായി തെറ്റായ ബന്ധമുണ്ട്, ബിസിനസ് ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ ആരോപണം ശരിയാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ EP ജയരാജൻ കണ്ടത് ന്യായീകരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടിയാണ് പ്രകാശ് ജാവദേക്കറിനെ EP ജയരാജൻ കണ്ടത് എന്നാണ് ഞങ്ങൾ ആരോപിച്ചത്. അതുകൊണ്ടാണ് അതായത് ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള EP ജയരാജന്റെ ബന്ധത്തെ പറ്റി മാത്രമാണ് മുഖ്യമന്ത്രി അന്ന് തള്ളി പറഞ്ഞത്. പ്രകാശ് ജാവദേക്കറെ കണ്ടുകൊണ്ട് എന്താ കുഴപ്പം? ഞാനും നിരവധി പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തിനാണ് മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ കാണുന്നത്? പ്രകാശ് ജാവദേക്കർ ഇപ്പൊ കേന്ദ്രമന്ത്രിയൊന്നുമല്ല, കേരളത്തിലെ BJPയുടെ ചുമതലയുള്ള ആളാണ്. അയാളെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എന്തിനാ കാണുന്നത്? EP ജയരാജൻ എന്തിനാ കാണുന്നത്? പോയ വഴിക്ക് വീട്ടിൽ കയറിയതാന്ന് പറഞ്ഞത്. പോയ വഴിക്ക് വരാൻ ഞങ്ങളുടെ ഒന്നും വീട്ടിൽ കയറിയില്ല. അപ്പൊ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടിട്ടുള്ളത്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒക്കെ എതിരായ കേസുകളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കണ്ടത്. ഇപ്പൊ എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ അന്ന് ഇവർ സംരക്ഷിക്കുകയല്ലേ ചെയ്ത്? ഇലക്ഷൻ കാലത്ത് ഇവർ മുഴുവൻ സംരക്ഷിക്കുകയത്. മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. പ്രകാശ് ജാവദേക്കറെ കണ്ടാൽ എന്താണ് കുഴപ്പം? ഞാനും പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ എന്താണ് ജയരാജന്റെ കുഴപ്പമൊന്നും അറിയില്ല. അന്ന് ഇതിനെല്ലാം ന്യായീകരിച്ചാണ് കേരളത്തിലെ CPMനും CPM നേതാക്കൾക്കും BJPയുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം ഉറപ്പിച്ചത്. വൈഗ പ്രദർശന ടിക്കറ്റ് വിൽപ്പനയിലൂടെ സമാഹരിച്ച തുക ഉപയോഗിച്ച് പുത്തൂർ പഞ്ചായത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങ് കൃഷിമന്ത്രി P പ്രസാദ് നിർവഹിച്ചു. 2018-19 വർഷം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ വൈഗ പ്രദർശന ടിക്കറ്റ് വിൽപ്പനയിലൂടെ തുക സമാഹരിച്ചു. ജില്ലയിൽ 4 ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിച്ചു. ഇതിലൊന്ന് പുത്തൂർ പഞ്ചായത്തിലെ ചെറുകുന്ന് സ്വദേശി പുഴയ്ക്കൽ വീട്ടിൽ സന്തോഷിന് ലഭിച്ചു. എല്ലാവരുടെയും പ്രധാന ആഗ്രഹമെന്നത് സ്വന്തമായി അടച്ചുറപ്പുള്ള ഭവനം എന്നതാണ്. വൈഗ കേവലം പ്രദർശനം മാത്രമായിരുന്നില്ല, നമുക്കിടയിൽ സഹായിക്കേണ്ടവരെ കണ്ടെത്തി സഹായിക്കാനുള്ള ഒരു പരിപാടി കൂടെ ആയിരുന്നുവെന്നും ഇത്തരം ലക്ഷ്യം മുന്നിൽ കണ്ടാണ് പ്രദർശനത്തിന് ടിക്കറ്റ് സംവിധാനം ഏർപ്പെടുത്തിയതെന്നും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി P പ്രസാദ് പറഞ്ഞു. ലഭിച്ച പണം വിനിയോഗിക്കാൻ നിയമചട്ടങ്ങൾ ബാധകമായതിനാലാണ് ഇത്രയും സമയമെടുത്തത്. ബോധപൂർവം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും എങ്ങനെയെല്ലാം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമെന്ന് ചിലർ ഗവേഷണം നടത്തിയിരിക്കുന്നു.
ചിലർ നമ്മുടെ ഇടയിലുണ്ടെന്നും കേരളത്തിൽ 11 ലക്ഷം വീടുകൾ ആളില്ലാതെ കിടക്കുമ്പോൾ 4 ലക്ഷം പേർ വീടില്ലാതെ കഷ്ടപ്പെടുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ ചടങ്ങിൽ നിൽക്കുന്നത്. അതൊരാളിൻ്റെ ഒരു പുതിയ വീട് നിർമ്മിക്കുന്നു, ആ പുതിയ വീട്ടിലേക്ക് അദ്ദേഹം താമസം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിലൊന്നാണ് സ്വന്തമായൊരു വീടുണ്ടാവുക എന്നുള്ളത്. അടച്ചുറപ്പുള്ള ഒരു നല്ല വീട്ടിൽ താമസിക്കുക എന്നുള്ളത് ഏതു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയും ഒരു വീടുണ്ടായിരിക്കുന്നത്. വീടിൻ്റെ ഒരു നാൾ വഴികളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കൃഷി വകുപ്പിൻ്റെ ഒരു വലിയ പ്രദർശന വിപണന പരിപാടിയാണ് വൈഗ എന്നത്. വൈഗ കേവലമായൊരു പ്രദർശന വിപണന പരിപാടി മാത്രമായിരുന്നില്ല. നിരവധിയായ അനുബന്ധങ്ങളായ പരിപാടികളോടെ കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട വൈഗ പരിപാടിക്ക് അതിൻ്റെ പ്രദർശനത്തിനെത്തുന്നവരിൽ നിന്നൊരു ചെറിയ ഫീസ് വാങ്ങി അതിൻ്റെ പാസ് വിൽക്കണം എന്ന് തീരുമാനിച്ചു. ടിക്കറ്റ് വിൽപ്പന നടത്തണം തീരുമാനിച്ചു. അങ്ങനെ ടിക്കറ്റ് വിൽക്കുന്നത് എന്തോ ഒരു വരുമാനം വലുതായിട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു. അതിനുവേണ്ടിയല്ല. നമുക്ക് സഹായിക്കേണ്ടുന്ന ആളുകളുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റിന്റെ കളക്ഷനിലൂടെ ലഭ്യമാകുന്ന പൈസ ഉപയോഗിച്ച് വീട് നിർമ്മിക്കണം എന്ന ചിന്തയിലേക്ക് എത്തി. അത്തരം ഒരു ആശയത്തെ കൊണ്ടുവന്നത് അന്ന് കൃഷി വകുപ്പിന്റെ മന്ത്രിയായിരുന്ന CBS സുനിൽകുമാർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആ ആശയത്തെ വകുപ്പ് സർവാത്മന പിന്തുണച്ചു. എല്ലാ കോണുകളിൽ നിന്നും അതിന് പിന്തുണയും പിൻബലവും ഉണ്ടായി. അതിനുള്ള സാമ്പത്തിക സമാഹരണങ്ങൾ നടത്തി വീടുകൾ സെലക്ട് ചെയ്യുന്നതിലേക്ക് എത്തി. എന്നാൽ ചിലപ്പോഴെല്ലാം നമുക്ക് ഈ പൈസ എല്ലാം സർക്കാരിന്റെ കയ്യിലേക്ക് വരുമ്പോൾ പിന്നെ അതിന്റെ വിനിയോഗത്തിന്റെ കാര്യത്തിലെല്ലാം ചില പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. സർക്കാർ കാര്യം മുറ പോലെ എന്ന് നമ്മൾ പറയാറുണ്ട്, കുറ്റപ്പെടുത്തുന്നതൊക്കെ പക്ഷേ എന്നാൽ ഏത് പൈസ വരുന്ന അവസരത്തിലും അത് വിനിയോഗിക്കുന്നതിനകത്ത് ചില നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ ഇത് ഓഡിറ്റിന്റെ ഒക്കെ ഭാഗമായി വരുമ്പോഴേക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് അത് പ്രയാസമായി. സന്തോഷിന്റെ ഭവനത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായി. പ്രകൃതി ദുരന്തങ്ങൾ സ്വാഭാവികമാണെന്നും പെട്ടുപോകുന്നവരെ എന്ത് വില കൊടുത്തും പുനർനിർമ്മിക്കേണ്ടത് കടമയാണെന്നും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയമോ ജാതി മത ലിംഗ വിവേചനമോ നോക്കരുതെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ജില്ലാ കൃഷി ഓഫീസർ MP അനൂപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ നളിനി വിശ്വംഭരൻ, ലിബി വർഗീസ്, സുജിത അർജുനൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ സതി പുഷ്പാകരൻ, പുത്തൂർ കൃഷി ഓഫീസർ CR ദിവ്യ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ദുരന്തത്തിൽ സഹായിക്കാനായി പഞ്ചായത്ത് അംഗം നളിനി, ഭർത്താവ് വിശ്വംഭരൻ എന്നിവർ നൽകിയ ധനസഹായം മന്ത്രി കെ രാജൻ ചടങ്ങിൽ ഏറ്റുവാങ്ങി. എന്നുള്ളതാണ് നാം നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് തിരിച്ചറിയപ്പെടേണ്ട ഒരു ഘട്ടത്തിലാണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രസാദ് മിനിസ്റ്റർ സന്തോഷിന്റെ കുടുംബത്തിന് ഇത് കൈമാറുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നാട്ടിലൊരു സ്വാഭാവികതയാണ്. അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണെങ്കിലും അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ ആ പ്രകൃതി ദുരന്തങ്ങളെ ദുരന്തങ്ങളായി കണ്ട് ദുരന്തങ്ങളിൽ പങ്കാളികളായവരെ, ദുരന്തങ്ങളിൽ പെട്ടുപോയവരെ, ദുരന്ത ബാധിതരെ എന്തു വിലയും കൊടുത്ത് നാം രക്ഷിക്കുക, അവരെ പുനഃസംഘടിപ്പിക്കുക, പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അവിടെ നമുക്ക് രാഷ്ട്രീയമില്ല എന്ന് വയനാടും ചൂരൽമലയും, അവിടെ നമുക്ക് മതമില്ല, അവിടെ നമുക്ക് ജാതിയില്ല, അവിടെ നമുക്ക് ലിംഗഭേദങ്ങളില്ല എന്ന് വീണ്ടും വീണ്ടും വയനാട് ചൂരൽമല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. താൽക്കാലിക ലാഭനഷ്ടങ്ങൾക്ക് വേണ്ടി പ്രകൃതി ദുരന്തത്തെ മനുഷ്യനിർമ്മിതമായ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായി കിട്ടുന്ന സഹായങ്ങൾ പോലും ഇല്ലാതാക്കാനാണ് തങ്ങളുടെ ഈ മൈക്കിന്റെ മുമ്പിലുള്ള വില. CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളുടെ കടം നികത്താൻ KSFE-യുടെ സമ്പാദ്യം മാറ്റുന്നത് അപലപനീയമാണെന്ന് VD സതീശൻ തൃശൂരിൽ ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് എംപ്ലോയീസ് അസോസിയേഷൻ FEA-INTUC-യുടെ സുവർണ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. KSFE-യെ കേരളത്തിലെ വലിയ പ്രസ്ഥാനമാക്കി വളർത്താൻ വലിയ പങ്കുവച്ചത് UDF സർക്കാരുകളാണ്. എല്ലാ UDF സർക്കാരുകളും KSFE-യുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. CPM നേതൃത്വത്തിലുള്ള സഹകരണ സംഘങ്ങളുടെ കൊള്ള നികത്താൻ KSFE-യുടെ സമ്പാദ്യം മാറ്റുന്നത് അപലപനീയമാണ്. ഇത്തരം നീക്കങ്ങൾ ഉണ്ടായാൽ എന്ത് ശക്തിയും പ്രയോഗിച്ച് UDF അതിനെ എതിർക്കും. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ FEEA സംസ്ഥാന പ്രസിഡന്റ് M. വിൻസെന്റ് MLA അധ്യക്ഷനായി. തൃശൂർ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയായി. INTUC പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, സംഘടനാ ജനറൽ സെക്രട്ടറി S. വിനോദ്, VS ഹരീന്ദ്രനാഥ് എന്നിവരും സംസാരിച്ചു.
സംഘടന പിന്നിടുകയാണ്. ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പ്രിയങ്കരനായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനെയും ഇതിന് ദീർഘകാലം നേതൃത്വം കൊടുത്ത ശ്രീ ആര്യാട് സാറിനെയും ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. ആര്യാട് സാർ പ്രസിഡൻ്റായിരുന്ന സമയത്ത് പലപ്പോഴും KSFയുടെ പരിപാടികളിൽ പല സ്ഥലങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹം എന്നെ ക്ഷണിച്ചിട്ടുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സർക്കാരിൻ്റെ UDF സർക്കാരുകളുടെ കാലത്ത് നിരവധി പ്രവർത്തനങ്ങളാണ് KSFയുടെ ആരംഭം മുതൽ ചെയ്തിട്ടുള്ളത്. KSFE എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനമാക്കി കേരളത്തിൽ വളർത്താൻ മാറി മാറി വന്ന UDF സർക്കാരുകൾ വഹിച്ച പങ്ക് നിസ്തുലമാണ്. നമുക്ക് അഭിമാനത്തോടു കൂടി ആരോടും എടുത്തു പറയാൻ കഴിയാവുന്ന സ്ഥാപനത്തെ സംബന്ധിച്ചും ജീവനക്കാരെ സംബന്ധിച്ചും ഈ 50 വർഷക്കാലത്തിനിടയിൽ നിരവധിയായി വന്ന UDF സർക്കാരുകൾ ഈ സ്ഥാപനത്തെയും ജീവനക്കാരെയും സഹായിച്ചതുപോലെ ഒരു LDF സർക്കാരും സഹായിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് തല ഉയർത്തി എന്ന് പറയാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ട്. നമുക്ക് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്, ഈ ഏറ്റവും അവസാനം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് 250ഓളം പുതിയ ശാഖകൾ തന്നെ KSFയിൽ തുടങ്ങി. കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കര ക്യാമ്പസിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ICAR ലേഡീസ് ഹോസ്റ്റലിന്റെയും വയനാട് അമ്പലവയൽ കാർഷിക കോളേജിൽ നിർമ്മാണം പൂർത്തിയായ ബോയ്സ് ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. റവന്യൂ മന്ത്രിയും കാർഷിക സർവകലാശാല ഭരണസമിതി അംഗവുമായ K. രാജൻ അധ്യക്ഷനായി. ഡോക്ടർ KR അനിൽ, ഡോക്ടർ S. ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. KAU രജിസ്ട്രാർ ഡോക്ടർ A. സക്കീർ ഹുസൈൻ സ്വാഗതവും ഡോക്ടർ ബേസിൻ പത്രോസ് നന്ദിയും അറിയിച്ചു. പലതരത്തിൽ വ്യാഖ്യാനങ്ങളുണ്ടാവും, പലതരത്തിലുള്ള പഠനങ്ങളുണ്ടാവും. ശാസ്ത്രീയമായ പഠനങ്ങൾ തന്നെ പല കോണുകളിൽ നിന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനമായി നമ്മൾ കണക്കാക്കേണ്ട കാര്യം, ദുരന്തത്തിലും ദുരിതത്തിലും പെട്ടവരെ നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ജീവിച്ചിരിക്കുന്നവരുണ്ട്, ദുരന്തത്തിൽ പെട്ടിട്ട് ജീവൻ തിരിച്ചു കിട്ടിയവർ ഉണ്ട്. ബാക്കിയെല്ലാം അവരുടെ നഷ്ടപ്പെട്ടു. കിട്ടിയതാവട്ടെ ജീവൻ മാത്രമാണ്. ജീവൻ വിലയില്ലാത്ത ഒന്നാണെന്നല്ല അതിൻ്റെ അർത്ഥം. ഏറ്റവും വിലപിടിപ്പുള്ള ഒന്ന് തന്നെയാണ് ജീവൻ. ആ ജീവൻ മാത്രമായി ഇപ്പോൾ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ സർക്കാർ എടുത്തു കൊടുത്തിട്ടുള്ള മറ്റു വീടുകളിലോ ഒക്കെയായിട്ട് അവർ കഴിയുന്നുണ്ട്. അവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ജീവനുണ്ട്, പിന്നെന്താണ് ജീവിതത്തിലേക്ക് തിരിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ സാമാന്യേന മെച്ചപ്പെട്ട തരത്തിലേക്ക് ഒരു ജീവിതത്തിലേക്ക് വരാൻ അവർ അർഹർ തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട്
MediPlus Diagnostics, Digital X-ray, Laboratory and ECG, Suvarna Bazaar, Market Road, Mannuti. Phone 0487-237-2374, mobile 790-227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ കനറ ബാങ്ക് കർഷകർക്ക് നൽകി വരുന്ന സ്വർണ്ണ പണയ വായ്പ നിർത്തലാക്കിയതായി ഇലഞ്ഞിക്കുളം പാടശേഖര സമിതി ചെയർമാൻ ദാസൻ കാട്ടുങ്ങൽ പറയുന്നു. വിളവിറക്കുന്ന സമയം കർഷകർക്ക് 4% പലിശയ്ക്ക് ലഭിച്ചിരുന്ന സ്വർണ്ണ പണയ വായ്പ കേരളത്തിലെ കനറ ബാങ്ക് ശാഖകൾ നിർത്തലാക്കിയെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ കർഷക ദ്രോഹം ചെയ്തിട്ടില്ല. കഴിഞ്ഞ കേന്ദ്ര സർക്കാർ ബജറ്റിൽ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി 2,40,000 കോടി രൂപ നീക്കിവച്ചിരുന്നു. എന്നാൽ ഇന്നുവരെ ഒരു കർഷകനും 1 രൂപ പോലും വായ്പയായി ലഭിച്ചിട്ടില്ല എന്ന് ദാസൻ കാട്ടുങ്ങൽ പറയുന്നു. ഈ കർഷക ദ്രോഹം അവസാനിപ്പിച്ച് എത്രയും വേഗം സ്വർണ്ണ വായ്പ അനുവദിക്കണമെന്നും കർഷകർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. കർഷകരുടെ ഉന്നതിക്ക് വേണ്ടി, കർഷകരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വിവിധ പദ്ധതികളാണ്. പദ്ധതികൾ എന്ന് പറഞ്ഞാൽ പദ്ധതികളുടെ ഘോഷയാത്രയാണ് കർഷകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ 2.4 ലക്ഷം കോടിയാണ് കർഷകരുടെ ഉന്നതിക്ക് വേണ്ടി, കൃഷി അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി, കർഷകരെ രക്ഷിക്കുന്നതിന് വേണ്ടി പദ്ധതിയിൽ മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് പ്രഖ്യാപനം മാത്രം ഉള്ളൂ എന്നതാണ് ഇപ്പോൾ ഫലത്തിൽ കണ്ടുവരുന്നത്. ഇവിടുത്തെ കർഷകർക്ക്, കേരളത്തിലത്തെ കർഷകർക്ക് ഏക ആശ്രയം, വിളവ് ഇറക്കുന്ന ആ കാലത്തുള്ള ഏക ആശ്രയം സ്വർണം 4% പലിശയ്ക്ക് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് കിട്ടുമായിരുന്നു. KCC ലോൺ എന്നാണ് പറയുക. വർഷത്തിൽ 4% പലിശയ്ക്ക് സ്വർണ്ണാഭരണത്തിന് പണയം കിട്ടിയിരുന്നു കർഷകർക്ക്. കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നാണ് അതിൻ്റെ ആ പദ്ധതിയുടെ പേര് തന്നെ. ആ കർഷകർക്ക് കിട്ടുന്ന ആ ഏക ആശ്രയം ഇപ്പോൾ കനറ ബാങ്ക് നിർത്തലാക്കിയിരിക്കുന്നു. ഇതാണോ കർഷകരെ രക്ഷിക്കാനായിട്ട് 2.4 ലക്ഷം കോടി എന്നൊക്കെ ഉള്ള പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ ഒരു വശത്ത് കൂടെ നടക്കുമ്പോൾ, ഒരു വശത്ത് കർഷകർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സഹായം, കൈത്താങ്ങ്, അത് നിർത്തലാക്കി. സുഹൃത്തുക്കളെ, ഞാനൊന്ന് പറയട്ടെ, അങ്ങ് അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കനറ ബാങ്ക് കർഷകർക്കുള്ള KCC ലോൺ നിർത്തലാക്കിയിട്ടില്ല. കേരളത്തിലത്തെ ലോണാണ് നിർത്തലാക്കിയിരിക്കുന്നത്. കേരളത്തിലത്തെ കർഷകർ ഇവർക്ക് എന്ത് ദ്രോഹം ചെയ്തു? കർഷകരോട് ഉള്ള ഈ അനീതി, ഈ കർഷകരെ ഞെരുക്കുന്ന ഈ പ്രവണത പിൻവലിക്കണമെന്ന് ഞാൻ കനറ ബാങ്കിൻ്റെ അധികാരികളോടും കേരള സർക്കാരിനോടും ആവശ്യപ്പെടുന്നു. സമൂഹത്തിന് ഉയർച്ചയുണ്ടാക്കുന്നത് വിദ്യാഭ്യാസമാണെന്ന് VD സതീശൻ തൃശൂരിൽ ദ്രാവിഡ കലാ സാംസ്കാരിക വേദിയുടെ അയ്യങ്കാളി പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. പുരസ്കാരം നേടാനായതിൽ സന്തോഷമുണ്ടെന്നും VD സതീശൻ. സമൂഹത്തിന് ഉയർച്ചയുണ്ടാക്കുന്നത് വിദ്യാഭ്യാസം. പിന്നോക്ക വിഭാഗത്തെ വിദ്യാഭ്യാസത്തിലേക്ക് ഉയർത്തിയ മഹാത്മാവ് അയ്യങ്കാളി. പുരസ്കാര ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അദ്ദേഹം. മഹാത്മാ അയ്യങ്കാളിയുടെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സതീശൻ പറഞ്ഞു. മഹാത്മാ അയ്യങ്കാളി ധർമ്മശ്രേഷ്ഠ പുരസ്കാരം മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണനിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവ് ഏറ്റുവാങ്ങിയത്. ഡോക്ടർ അംബേദ്കർ അക്ഷര പുരസ്കാര വിതരണം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ദ്രാവിഡ കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് KC സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. സംഘടനാ ഭാരവാഹികളായ ബിജു ആട്ടോർ, PT രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ തുടങ്ങിയവരും സംസാരിച്ചു. നിങ്ങളോടൊപ്പം ആകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം
ഞാൻ ആദ്യം പങ്കുവയ്ക്കും. ഇവിടെ മഹാത്മാ അയ്യങ്കാളിയുടെ നാമധേയത്തിലുള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാരം എനിക്ക് നൽകിയത് ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. അതിനെ ദ്രാവിഡയോടുള്ള പ്രത്യേകമായ നന്ദിയോടെ പ്രകാശിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ തറവാട്ടിലെ കാരണവരും ഞങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ചെയ്യുന്ന ആദരണീയനായ തൃശ്ശൂരിൻ്റെ മുഖം കൂടിയായ അഡ്വക്കേറ്റ് തേറമ്പിൽ സാറിൻ്റെ കയ്യിൽ നിന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷഭരിതനാക്കുന്നു എന്നുകൂടി വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ്. അയ്യങ്കാളി ഞാൻ എൻ്റെ ചെറുപ്പത്തിലേ തൊട്ട് അയ്യങ്കാളി അറിയാൻ, ശ്രീമതി അയ്യങ്കാളിയെക്കുറിച്ച് അറിയാൻ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കാൻ എല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. എന്നെ വിസ്മയപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. അത് ഏത് കാലത്താണ് ജീവിച്ചിരുന്നത്? ഈ കാലത്ത് പോലും ഈ പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹം ഏറ്റവും കൂടുതൽ വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലത്ത് 162 വർഷം മുമ്പ് ജനിച്ച് ജാതി വ്യവസ്ഥകളും സവർണ മേധാവിത്വവും കൊടുകുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ രാജഭരണത്തിൻ്റെ കിങ്കരന്മാരും സവർണ മേധാവിത്വത്തിൻ്റെ കൂലിപ്പട്ടാളവും എല്ലാം റോഡിലിറങ്ങി എല്ലാവരെയും ഹീനമായി മർദ്ദിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, എല്ലാവരും അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്കിങ്ങനെ ജീവിക്കേണ്ടത് ഞങ്ങളുടെ നിയോഗമാണ്, പുഴുക്കളെ പോലെ ജീവിക്കാനാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജന്മത്തിൻ്റെ നിയോഗം എന്ന് വിചാരിച്ചിരുന്ന ഒരു ജനസമൂഹത്തോട് നിങ്ങൾ പുഴുക്കളെ പോലെ ജീവിക്കേണ്ടവരല്ല, മനുഷ്യരെ പോലെ ജീവിക്കേണ്ടവരാണെന്ന് ഓർമ്മപ്പെടുത്തി അവരെ സമരസന്നദ്ധരാക്കി അവരെ അടിച്ചമർത്തിയിരുന്ന ആളുകൾക്കെതിരായി ഈ കേരളം മുഴുവൻ ഊട്ടി നടന്ന് കട്ടിലപ്പൂവം സെന്റ് മേരീസ് സുബോറോ യാക്കൂബായ സുറിയാനിപ്പള്ളിയിലെ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളും സൂനോറോ വണക്കവും സെപ്റ്റംബർ 1 മുതൽ 8 വരെ അഭിവന്ദ്യ പിതാക്കന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തും. വികാരി ഫാദർ ജിജു വർഗീസ് തണ്ണിക്കോട്ട്, സഹവികാരി ലിജിൻ കുര്യൻ പാണാടൻ, ട്രസ്റ്റിമാരായ PD മാത്യു, MP കുര്യൻ, അജു പോൾ, സെക്രട്ടറി ബിനേഷ് എന്നിവർ നേതൃത്വം നൽകും. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഇടക്കെട്ടിനാൽ അനുഗ്രഹീതമായ കട്ടിലപ്പൂവം സെന്റ് മേരീസ് സുബോറോ യാക്കോബായ ശ്രീയാനിപ്പള്ളിയിൽ 2024 സെപ്റ്റംബർ മാസം 1 തീയതി മുതൽ 8 തീയതി വരെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളും 8 നോമ്പ് ആചരണവും ഏറ്റവും അനുഗ്രഹീതമായി കൊണ്ടാടുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരവും 7:30 പരിശുദ്ധ സഭയിലെ അഭിവന്ദ്യ പിതാക്കന്മാരുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് ധ്യാന ശുശ്രൂഷകളും ക്ലാസ്സുകളും എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം 6:30 സന്ധ്യാനമസ്കാരവും അതേ തുടർന്ന് ഗാന ശുശ്രൂഷയും തുടർന്ന് സഭയിലെ പ്രഗത്ഭനായ സുവിശേഷ പ്രസംഗകർ ദൈവവചന സുവിശേഷവും നിവർത്തിക്കപ്പെടുകയാണ്. 7-8 തീയതികളിലായി പരിശുദ്ധ ദൈവമാതാവിൻ്റെ സൂനോറോ വണക്കത്തോടുകൂടെ ഈ വർഷത്തെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സമാപനം കുറിക്കാൻ ആഗ്രഹിക്കപ്പെടുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മഹാമധ്യസ്ഥതയാൽ അനുഗ്രഹീതമായ ഈ പുണ്യഭൂമിയിലേക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിപ്പാനായി നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. മാടക്കത്ര മണ്ഡലം കോൺഗ്രസ് ഐ പ്രസിഡന്റും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും INTUC നേതാവുമായിരുന്ന OS രവീന്ദ്രന്റെ 5ാം ചരമവാർഷിക ദിനം മാടക്കത്ര മണ്ഡലം കോൺഗ്രസ് ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊങ്ങണംകാട് സെന്ററിൽ ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ മല്ലിയത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് S അജി, TS മനോജ് കുമാർ, NS നൌഷാദ് മാസ്റ്റർ, അഡ്വക്കേറ്റ് അബ്രഹാം LC, KK സത്യൻ, വത്സരാജ് കുറുമാമ്പുഴ, സന്തോഷ് TB, ശശി AA എന്നിവർ പ്രസംഗിച്ചു. സ്വന്തം നാടിന്റെയും പൊതുജനങ്ങളുടെയും വികസന ക്ഷേമ കാര്യങ്ങൾക്ക് വിശ്രമമില്ലാതെ പ്രവർത്തിച്ച മുഴുവൻ സമയ ജനസേവകനായിരുന്നു OS രവീന്ദ്രനെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ, ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ, വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ.
മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. കരുമത്ര പരിശുദ്ധാരോഗ്യ മാതാവിന്റെ ദേവാലയത്തിലെ 8 നോമ്പ് തിരുനാളിന് കൊടിയേറി. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നടന്ന കൊടിയേറ്റം അതിരൂപത വികാരി ജനറൽ ജോർജ് കോനിക്കര നിർവഹിച്ചു. ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. സെപ്റ്റംബർ 7, 8 തീയതികളിൽ ഊട്ടുനേർച്ച ഉണ്ടാകും. 8-ാം തീയതിയാണ് തിരുനാൾ. മരിയൻ കൺവെൻഷൻ സെപ്റ്റംബർ 1 മുതൽ 3 വരെ തീയതികളിൽ വൈകിട്ട് 5 മുതൽ 9 വരെ. ധ്യാനഗുരു ഫാദർ ജോയ് ചെറുവത്തൂരിന്റെ നേതൃത്വത്തിലാണ് നടക്കുക. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഭൂമി കയ്യേറ്റം ഒഴിവാക്കുന്നതിന് അതത് വകുപ്പുകൾ ബന്ധപ്പെട്ട സർക്കാർ ഭൂമി സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം. ADM ടി മുരളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സർക്കാർ ഭൂമികൾ കൃത്യമായി റെക്കോർഡ് ചെയ്ത് അതിർത്തി ഉൾപ്പെടെ ഉറപ്പാക്കണം. ഏതെങ്കിലും തരത്തിലുള്ള കയ്യേറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ സമയബന്ധിതമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകി ഒഴിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് വിവിധ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കണം. പുന്നയൂർ ഫിഷറീസ് കോളനിയിൽ 14 പേർക്ക് പട്ടയം നൽകണം. പുന്നയൂർകുളം പഞ്ചായത്തിലെ സുനാമി കോളനി വാസയോഗ്യമാക്കണം. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം അപേക്ഷ നൽകിയ ഓഫീസുകൾക്ക് ഉടനെ അനുവദിച്ചു നൽകണമെന്നും NK അക്ബർ MLA ആവശ്യപ്പെട്ടു. ഗുരുവായൂർ അതിഥി മന്ദിരം നിർമ്മാണം 6 മാസത്തിനകം പൂർത്തിയാക്കും. പൂമല ഡാം ഉൾപ്പെടുന്ന കിള്ളന്നൂർ വില്ലേജിന്റെ സാറ്റലൈറ്റ് ഡിജിറ്റൽ സർവേക്ക് കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കും. മെഡിക്കൽ കോളേജിന് സമീപം തലപ്പള്ളി ഭാഗത്ത് റോഡ് വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച് യോഗം ചേരണമെന്ന് സേവർ ചിറ്റിലപ്പള്ളി MLA ആവശ്യപ്പെട്ടു. മാലിന്യമുക്തം നവകേരളം, ഹരിത കേരളം മിഷൻ, ലൈഫ്, ആർദ്രം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങിയ പദ്ധതികൾ സംബന്ധിച്ച് പ്രത്യേക യോഗം വിളിക്കണമെന്നും ആവശ്യമുന്നയിച്ചു. ബാലസംഘം മണ്ണുത്തി വില്ലേജ് സമ്മേളനം ഒല്ലൂക്കര സഹകരണ സംഘം ഹാളിൽ അഭിനവ് ദാസ് ഉദ്ഘാടനം ചെയ്തു. മിൻഹാസ് അധ്യക്ഷനായിരുന്നു. ഏരിയ കൺവീനർ KM മൊയ്തുണ്ണി, CPM ലോക്കൽ സെക്രട്ടറി ES അനിൽകുമാർ, അനൂപ് കരിപ്പാൽ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും സുനിൽ മുക്കാട്ടുകരയുടെ നാടൻ പാട്ടുകളുമുണ്ടായി. സമ്മേളനത്തിൽ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. മിൻഹാസ് പ്രസിഡന്റ്, ഗൌരി നന്ദ സെക്രട്ടറി, കൺവീനർ സജ്ന, കോർഡിനേറ്റർ PV അനീഷ്, 15 അംഗ കമ്മിറ്റിയും നിലവിൽ വന്നു.
ചിത്രം വരയ്ക്കാൻ എല്ലാ ദിവസവും സമ്മതിക്കോ? പാട്ട് പാടാൻ എല്ലാ ദിവസവും സമ്മതിക്കോ? അതെന്താ? ചില ടീച്ചർമാര് പ്രശ്നക്കാരല്ലേ? ടീച്ചർമാർ ചെയ്തോളില്ലേ? വീട്ടിൽ കളിക്കാൻ പോകുമ്പോൾ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ളവരില്ലേ? ഉണ്ട്. പാട്ട് പാടാൻ ഇഷ്ടമുള്ളവരില്ലേ? ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവരില്ലേ? ഇതൊന്നും സ്കൂളിൽ കൃത്യമായിട്ട് എന്നും നടക്കണില്ല. ഇല്ല, ഉറപ്പല്ലേ? എല്ലാ ദിവസവും നടക്കണില്ലല്ലോ. അതുകൊണ്ട് ബാലസംഘത്തിന്റെ ആളുകൾ തീരുമാനിച്ചു, ഇത് തുടങ്ങിയവർ തീരുമാനിച്ചു, കുട്ടികൾക്ക് കുറച്ച് ദിവസം കളിക്കാനും ആഴ്ചയിൽ ഒരു ദിവസം കളിക്കാനും അവർക്ക് കിട്ടുന്ന സമയം സംസാരിക്കാനും കുറെ നേരം കളിക്കാനും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒരു സംഭവം ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാലസംഘം ഇത് തുടങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. പീച്ചി വിലങ്ങന്നൂർ മലയോര ഹൈവേ നിർമ്മാണം 2 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. EP ജയരാജന് BJP ബന്ധമുണ്ടെന്ന സത്യം ശരിയാണെന്ന് വെളിവായതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണം CBI അന്വേഷിക്കണമെന്നും VD സതീശൻ. വൈഗ സമാഹരിച്ച തുക കൊണ്ട് പുത്തൂർ പഞ്ചായത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിച്ചു. കാർഷിക സർവകലാശാല വെള്ളാനിക്കര ക്യാമ്പസിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ICAR ലേഡീസ് ഹോസ്റ്റൽ മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അയ്യങ്കാളി പുരസ്കാരം പ്രതിപക്ഷ നേതാവ് VD സതീശന് മുൻ സ്പീക്കർ തേറുമ്പിൽ രാമകൃഷ്ണൻ സമർപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.